everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാചകങ്ങളും അതുപോലെ തന്നെ കുറച്ച് വാക്കുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല പാരൻസും പല രീതിയാലേ ചിലർക്ക് കുട്ടികൾ വീട്ടിൽ മാതൃഭാഷ സംസാരിക്കണം എന്നാണ് ഇഷ്ടം. എന്നാൽ ചിലർക്കാണെങ്കിലോ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് എത്ര ലാംഗ്വേജസ് അറിയുന്നു, അതായത് എത്ര നമ്പർ ഓഫ് ലാംഗ്വേജസ് അറിയുന്നു, അതൊരു പോസിറ്റീവ് കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ട് ഫെമിലിയർ ആക്കണം എന്ന് വെച്ചാൽ എന്താ, അവർക്കൊരു കേട്ട് പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അവർക്ക് ഭാവിയിലായാലും സ്കൂളിലും ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കുറച്ച് നല്ല വേർഡ്സും കുറച്ച് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളും വാചകങ്ങളും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകുമ്പോഴും സംസാരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകളും കുറച്ച് വേർഡ്സുകളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ പറയാൻ പോണ വാക്കുകളുടെയും വാചകങ്ങളുടെയും മുന്നിൽ ഇപ്പോഴും ഒരു പ്ലീസ് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെ പ്ലീസ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് നല്ലതായിരിക്കും. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി പാരൻസ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയണ വേർഡ്സും അതുപോലെ തന്നെ സെൻറ്റൻസുകളും അവർ നന്നായി ശ്രദ്ധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെങ്ങനെ നമ്മുടെ മാതൃഭാഷ പഠിച്ചത്. നമ്മൾ ഒരിക്കലും ആദ്യം അതിലത്തെ അക്ഷരമാല അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിച്ചിട്ടല്ല നമ്മൾ മാതൃഭാഷ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ പാരൻസ് പറയണ കേട്ടിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്, നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് വേർഡ് ബൈ വേർഡ്, ചെറിയ വേർഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും വലിയ സെൻറ്റൻസുകളല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ വേർഡ്സ്, ഓരോ വാക്കുകളായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് സ്ലോ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ശരിക്കും അത് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്ലോ ആയി പറഞ്ഞു കൊടുക്കുക, ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് മറക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വേർഡ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാണ് ഇരിക്കാൻ പറയണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മളെങ്ങനെയാണ് പറയുക, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇരിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരണം, നമുക്ക് എങ്ങനെ പറയാം, ഗീവ് മീ എന്ന് പറയാം. ഗീവ് മീ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് താഴെ. അതിൻ്റെ ഒപ്പം അവർ ആ ആക്ഷനും കൂടി ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ കുട്ടികൾ വളരെയധികം ഒച്ച ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക, നമുക്ക് പറയണം മിണ്ടാതെ ഇരിക്കാൻ പറയണം. നമ്മളിങ്ങനെ പറയാം, കീപ് ക്വയറ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും, ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാം, ഇപ്പം നമ്മൾ കുട്ടികളായിട്ട് കളിക്കുകയെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുക, ഒരു ബോൾ വെച്ച് കളിക്കുകയെന്ന് വിചാരിക്കുക, ആ ബോൾ പെട്ടെന്ന് വീണു. അപ്പോൾ എനിക്ക് പറയണം ആ ബോൾ എടുക്കൂ എന്ന് പറയണം. അപ്പോൾ എടുക്കൂ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ, ടേക്ക് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, ടേക്ക് ദാറ്റ് എന്ന് പറയാം, അതെടുക്കൂ എന്ന് പറയാം. ഇനിയിപ്പോൾ അതല്ല, ആ ബോൾ എടുക്കൂ എന്ന് പറയാൻ നമ്മളിങ്ങനെ പറയാം, ടേക്ക് ദാറ്റ് ബോൾ എന്ന് പറയാം. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം, എൻ്റെ അടുത്തിരിക്കുന്ന സാധനം ഇതെടുക്കൂ എന്നാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാം, ടേക്ക് ദിസ്. അപ്പോൾ ദിസ് പഠിച്ചു, ദാറ്റും പഠിച്ചു. അതുപോലെ നമുക്ക് അപ്പോൾ ബുക്കാണ്, ഇപ്പോൾ അവിടെ ബോളല്ലാതെ ബുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് ദിസ് അല്ലെങ്കിൽ ടേക്ക് ദാറ്റ് ബുക്ക് അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഓടാന്ന് വിചാരിക്കുക, കുട്ടികൾ ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാം, ഓടരുത് എന്ന് പറയുമ്പോൾ ഓടല്ലേ എന്ന് നമ്മളിങ്ങനെ പറയാം, ഡോൺ റൺ എന്ന് പറയും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് കുഞ്ഞു കുട്ടികൾ, അതായത് ചെറുപ്പം തൊട്ടേ അവരെ പഠിപ്പിക്കേണ്ട കുറച്ച് വേർഡ്സുകളാണ്. ഇനി നമ്മൾ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന ഒരു കുട്ടിയുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകളും കുറച്ച് വേർഡ്സുകളും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾ ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ ആദ്യം വിളിക്കണം. അപ്പോൾ വിളിക്കുമ്പോൾ പാരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ കുട്ടികളെ പതുക്കെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി ഒരിക്കലും കാലത്ത് വിളിക്കരുത്. പതുക്കെ സോഫ്റ്റായിട്ട് അവർക്ക് എണീക്കാൻ തോന്നണ പോലെ വേണം നമ്മൾ വിളിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ചെയ്യുക, നമ്മൾ അവരെ വിളിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, വേക്ക് അപ്പ് എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം വേക്ക് അപ്പ് ബേബി എന്ന് പറയാം. ബേബി കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പറയാം, വേക്ക് അപ്പ് ബേബി എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ വീട്ടിൽ എന്താ വിളിക്കണമെന്ന് വെച്ചാൽ ആ പേര് വെച്ചിട്ട് നമുക്ക് വേക്കപ്പ് എന്ന് പറയാം. അതായത് വേക്കപ്പ് മോനു, അങ്ങനെ സോഫ്റ്റായിട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാം മോർണിംഗ് തന്നെ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കുട്ടികളെ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ നിൽക്കുക, എണീറ്റു പക്ഷെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക, ഒന്നും അവിടെ നിന്ന് ബെഡിൽ നിന്ന് എണീക്കാതെ അങ്ങനെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, അവിടെ നിന്ന് എണീക്കുക എന്ന് പറയാൻ നമ്മളിങ്ങനെ പറയാം, ഗെറ്റ് അപ്പ് എന്ന് പറയാം. ഇങ്ങനെ പറയാം, ഗെറ്റ് അപ്പ് എന്ന് പറയാം.
ഇനി നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സുകളാണ്. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? പോയി പല്ല് തേക്കുക എന്ന് പറയാം. നമ്മളിങ്ങനെ പറയാം ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഇങ്ങനെ പറയാം ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയാം. ഇനി കുളിക്കേ, പോയി കുളിക്കേ എന്നെങ്ങനെ പറയാം? ടേക്ക് എ ബാത്ത്, ടേക്ക് എ ബാത്ത് എന്ന് പറയാം. ഇനി കാലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് അവരെ വിളിക്കുക? നമുക്ക് ഒന്നില്ലെങ്കിൽ പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി എന്ന് പറയാം. ഇത് നമുക്ക് ലഞ്ച് ഇസ് റെഡി അല്ലെങ്കിൽ ഡിന്നർ ഇസ് റെഡി എന്നും കൂടി പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. അവരെ വിളിക്കണ പോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. എങ്ങനെ പറയാം? ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. കുട്ടികളോട് പറയണം ഭക്ഷണം നമ്മൾ കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിക്കണം എന്ന് പറയാം. നമ്മളിങ്ങനെ പറയാം എംപ്റ്റി യുവർ പ്ലേറ്റ് എന്ന് പറയാം. ഇങ്ങനെ പറയാം എംപ്റ്റി യുവർ പ്ലേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ക്ലീൻ യുവർ പ്ലേറ്റ് എന്ന് പറയാം. ക്ലീൻ യുവർ പ്ലേറ്റ്. ഇവിടെ ക്ലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് വൃത്തിയാക്കുക അങ്ങനെയല്ല, മുഴുവൻ കഴിക്കണം, അത് ഫുള്ള് കാലിയാക്കണം എന്ന് നമ്മൾ പറയില്ല. അതുപോലെയാണ് ക്ലീൻ യുവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുട്ടികളോട് പറയണം കുറച്ചും കൂടി കഴിക്കുക എന്ന് നമ്മളിങ്ങനെ പറയാം ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ് എന്ന് പറയാം. എങ്ങനെ പറയാം? ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ് എന്ന് പറയാം. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഭക്ഷണം വെച്ച് എന്തെങ്കിലും കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയണം ഭക്ഷണം വെച്ച് കളിക്കരുത് എന്ന് പറയണം. നമ്മളിങ്ങനെ പറയാം ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ്. എങ്ങനെ പറയാം? ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പറയണം പുസ്തകങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയണം, അതായത് ഒന്ന് ഒതുക്കി വെക്കാൻ പറയണം. അപ്പം ഇങ്ങനെ പറയാം അറേഞ്ച് യുവർ ബുക്സ്. ഇങ്ങനെ പറയാം അറേഞ്ച് യുവർ ബുക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പറയണം, അതായത് ഇട്ട വസ്ത്രം മാറ്റാൻ പറയാൻ നമ്മളിങ്ങനെ പറയാം ചേഞ്ച് യുവർ ക്ലോത്ത്സ്, ചേഞ്ച് യുവർ ക്ലോത്ത്സ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ യൂണിഫോം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ട്രൗസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഷർട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഷർട്ട് ഇടാൻ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ധരിക്കാൻ പറയാൻ നമ്മളിങ്ങനെ പറയാം പുട്ട് ഓൺ യുവർ ട്രൗസേഴ്സ്. ഇനി നമുക്ക് ഷർട്ട് ഇടാൻ ഇങ്ങനെ നമ്മൾ പറയാം പുട്ട് ഓൺ യുവർ ഷർട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ബെൽറ്റ് ഇടാൻ ഇങ്ങനെ പറയാം പുട്ട് ഓൺ യുവർ ബെൽറ്റ് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ധരിക്കാൻ നമ്മളിങ്ങനെ പറയാം പുട്ട് ഓൺ വെച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ പുട്ട് ഓൺ യുവർ ഷർട്ട്, പുട്ട് ഓൺ യുവർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒന്ന് കൈ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റോഡല്ല ക്രോസ് ചെയ്യണം. അപ്പോൾ കുട്ടികളുടെ കൈ നമ്മൾ പിടിക്കില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പറയാം കൈ പിടിക്കുക എന്ന് പറയാൻ ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറയാം. എൻ്റെ കൈ പിടിക്കുക എന്ന് പറയാം. അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കില്ലേ? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കില്ലേ? അതെങ്ങനെ പറയാം? ബി കെയർഫുൾ വെൻ യു ക്രോസ് ദ റോഡ് എന്ന് പറയാം. ഇങ്ങനെ പറയാം ബി കെയർഫുൾ വെൻ യു ക്രോസ് ദ റോഡ് എന്ന് പറയാം. അങ്ങനെ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയാം ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കാം. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് ചോദിക്കാം. ഹൗ വാസ് യുവർ ഡേ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? എന്താണ് ഇന്ന് പഠിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ചോദിക്കണം ഇന്ന് എന്തെങ്കിലും കളിച്ചോ, അതായത് ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും കളിച്ചോ എന്ന് ചോദിക്കാം. നമ്മളിങ്ങനെ പറയാം ഡിഡ് യു പ്ലേ സംതിങ് ടുഡേ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കാം ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് ടുഡേ എന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കണം വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. എങ്ങനെ നമ്മൾ ചോദിക്കുക ആർ യു ഹംഗ്രി എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ഈവനിങ് ടൈമായി, അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് വേണോ എന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് പറയണം എന്താ ഇന്ന് വേണ്ടത്, എന്താണ് ഇന്ന് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കാൻ. ഇങ്ങനെ നമ്മൾ ചോദിക്കുക വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ടുഡേ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് ഇന്ന് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ടുഡേ, ഇന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളത് എന്താണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കളിച്ചോ എന്നിങ്ങനെ പറയാം ഗോ ആൻഡ് പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. എങ്ങനെ പറയാം ഗോ ആൻഡ് പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. എങ്ങനെ ഹോംവർക്ക് കിട്ടിയിട്ടുണ്ടോ, എന്ത് ഹോംവർക്കാണ് കിട്ടിയേക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പം എങ്ങനെ പറയാം വാട്ട് ഹോംവർക്ക് ഡിഡ് യു ഗെറ്റ് ഫ്രം സ്കൂൾ എന്ന് പറയാം. എങ്ങനെ പറയാം വാട്ട് ഹോംവർക്ക് ഡിഡ് യു ഗെറ്റ് ഫ്രം സ്കൂൾ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ഡു യു ഹാവ് എനി ഹോംവർക്ക് ഫോർ ടുമോറോ, നാളത്തേക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. ഹോംവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കണം എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കണം. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുക ഹെൽപ്പ് വേണോ എന്നിങ്ങനെ ചോദിക്കുക ഡു യു നീഡ് എനി ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ പറയാം ഡു യു നീഡ് എനി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഉറങ്ങാൻ നേരമായി, അപ്പോൾ സമയമായി, നമുക്ക് ഉറങ്ങാൻ സമയമായി എന്നിങ്ങനെ പറയാം ഇറ്റ്സ് ടൈം ഫോർ ബെഡ്. എന്നിങ്ങനെ പറയാം ഇറ്റ്സ് ടൈം ഫോർ ബെഡ്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരൊരു ഗുഡ് നൈറ്റ് വിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ടൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ നമ്മൾ എന്ത് വേർഡ്സും എന്ത് സെൻറ്റൻസുകളൊക്കെയാണ് നമ്മൾ കുട്ടികളോട് പറയേണ്ട വരാമെന്ന്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കുറേ പാർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.